ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. നിരാശയിൽപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിൽ നമ്മൾ നിസ്സഹായരായി പോകും. അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറേ മാർഗങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നെഗറ്റീവ് സാഹചര്യമല്ല നമ്മെ തളർത്തുന്നത്. ആ സാഹചര്യം മൂലം ഉണ്ടാകുന്ന ചിന്തകളും അതുമൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസുമാണ് നമ്മെ തളർത്തുന്നത്. ഓവർ തിങ്കിങ് മൂലവും നെഗറ്റീവ് സാഹചര്യവും മൂലവും നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടായെന്നിരിക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് സാഹചര്യം നമുക്കുണ്ടായാൽ അതിനെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് മാറ്റാൻ നമ്മൾ നമ്മളുടെ സാഹചര്യം ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്ധനമാണ് ഇമോഷൻസ്. നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് നെഗറ്റീവായും, പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായും ബാധിക്കും. ജീവിതം മുഴുവൻ നെഗറ്റീവായി എന്ന് തോന്നിയാൽ, അതായത് നമ്മൾ ജീവിതത്തിൽ സ്റ്റക്കായിപ്പോയി എന്ന് മനസ്സിലായാൽ, നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ നാം വേറൊന്നിനും വില കൽപ്പിക്കരുത്. അപ്പോൾ നാം നമ്മെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുക. എല്ലാം തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന അവസ്ഥ, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മൾക്ക് സഹായം ആവശ്യപ്പെടാൻ ആരുമില്ല എന്നൊരവസ്ഥ, നമ്മുടെ വേദനകൾക്ക് നടുവിൽ നാം മാത്രമാകുന്ന ഒരവസ്ഥ, നമ്മുടെ പരാതികളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം നമ്മുടെ വേദനകളായി മാത്രം മാറുന്ന ഒരവസ്ഥ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭീകരമല്ലെങ്കിലും ഉള്ളിൽ നീറിപ്പുകയുന്ന വേദന, ജീവിതത്തിനൊരു ദിശാബോധം കിട്ടാത്ത അവസ്ഥ, അലസമായി ജീവിതം തള്ളി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഉണരാനുള്ള ഏറ്റവും നല്ല സമയം. ഇതാണ് ഒരു ഷിഫ്റ്റിനുള്ള ബെസ്റ്റ് ടൈം എന്ന് മനസ്സിലാക്കുക. മറ്റാരും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കില്ല. നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മാറ്റുക. ജോലി സ്ഥലത്ത് ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ റെഗുലറായിട്ടുള്ള പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പുതിയ പുതിയ ചിന്തകൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് കാരണമാകുകയും അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യങ്ങളെയും ആളുകളെയും ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവ നെഗറ്റീവ് ഇമോഷൻസ് തന്നുകൊണ്ടേയിരിക്കും. ജീവിതം നെഗറ്റീവ് ആയാൽ ആ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകാൻ നമുക്ക് പറ്റണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ കൈകളിൽ തന്നെയാണ്. അത് മറ്റുള്ളവരുടെ കൈകളിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർക്ക് നെഗറ്റീവ് സാഹചര്യത്തിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവ് സാഹചര്യത്തിൽ പോസിറ്റീവായിട്ടും ജീവിക്കാനേ കഴിയും. എന്നാൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് സാഹചര്യം വന്നാലും അതിൽ പോസിറ്റീവായി ജീവിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അതായത് മനസ്സിന് കട്ടിയുള്ളവർക്ക് എന്ത് കടുത്ത തീരുമാനവും എടുക്കാൻ കഴിയും എന്നർത്ഥം. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല, പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായങ്ങളാണിവ. ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടതെന്ന് എനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ഞാനും ഒരു കട്ടിയുള്ള മനസ്സിനുടമയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടം വരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് നെഗറ്റീവ് സാഹചര്യത്തിലും പോസിറ്റീവായി ജീവിക്കാൻ എനിക്ക് തൽക്കാലം കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, എപ്പോഴാണോ എൻ്റെ ഇമോഷൻസ് കൂടുതൽ നെഗറ്റീവ് ആകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സാഹചര്യത്തെ മാറ്റാൻ ശ്രമിക്കും. കുറച്ച് പോസിറ്റീവായി കഴിയുമ്പോൾ ഞാൻ തിരിച്ചെത്തും. ഇമോഷൻസ് ഒരിക്കലും പെർമനൻ്റ് അല്ല. സാഹചര്യം മാറുമ്പോൾ അത് മാറിക്കൊള്ളും. നാം ലോകം കാണണം, പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം.
വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അതുപോലെ നമ്മുടെ ഈ ചെറിയ ലോകത്തുനിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുക. എനിക്ക് ഞാൻ തന്നെ ധാരാളം എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.